Morning. Good morning. Good morning. Good morning. 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 Good morning. Good morning. Happy good morning. Good morning, ma'am. Morning. Good morning. മറ്റൊരു മനോഹരമായ ദിവസം, പുതിയ ടോപ്പിക്ക് അല്ലെ, നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്. എന്നും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും വീഡിയോ ഓണാക്കുക. പറ്റുന്നവരൊക്കെ വീഡിയോ ഓണാക്കുക. ഓക്കെ, താങ്ക് യു. പറ്റുന്നവരെല്ലാം വീഡിയോ ഓണാക്കുക കേട്ടോ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. 9 things to tell yourself every day. എല്ലാ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട 9 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്. വീഡിയോ ഓൺ ആക്കിയതിന് എല്ലാവർക്കും സന്തോഷമുണ്ട്. 9 things to tell yourself every day. നമ്മൾ നമ്മളോട് തന്നെ എല്ലാ ദിവസവും പറയേണ്ട 9 കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയായിരിക്കും? 9 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഐ ആം ബെസ്റ്റ്. രണ്ടാമത്തത് ഐ ക്യാൻ ഡു എനിത്തിങ്. മൂന്നാമത്തത് മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. ഐ ആം ബെസ്റ്റ്, ഐ ക്യാൻ ഡു എനിത്തിങ്, മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. നാലാമത്തത് ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ഈച്ച് ഡേ. ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ഈച്ച് ഡേ. അഞ്ചാമത്തത് ഐ വിൽ വർക്ക് ഹാർഡ് ആൻഡ് സ്മാർട്ട്. ആറാമത്തത് നോ എക്സ്ക്യൂസസ്. ഏഴാമത്തത് ഐ വാസ് ബോൺ ടു ഡു ഗ്രേറ്റ് തിങ്. എട്ടാമത്തത് പീപ്പിൾസ് ഒപ്പീനിയൻ ഡോണ്ട് അഫക്റ്റ് മീ. ഒമ്പതാമത്തത് ലൈഫ് ഈസ് പ്രഷ്യസ്. ഇതിൽ കുറെയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ദിവസം പറയുന്നുണ്ടാവും. എവിടെ പറയുന്നേ? ദിവസം നിങ്ങളോട് തന്നെ നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇതിലൊക്കെയുണ്ട്. ഡെയിലി ഇപ്പോ പറയുന്ന കുറെ കാര്യങ്ങൾ അല്ലേ? കുറെ കാര്യങ്ങളൊക്കെ ഐ ആം ബെസ്റ്റ്, ഐ ക്യാൻ ഡു എനിത്തിങ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ ഡെയിലി ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. യെസ് ഓർ നോ? പറയുന്നില്ലേ? രാവിലെ മെഡിറ്റേഷന്റെ ടൈമില്, ഇപ്പൊ കഴിഞ്ഞ മെഡിറ്റേഷന്റെ ടൈമില് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ? സെയിം തിങ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്താണ്, അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇത് പറഞ്ഞാൽ മാത്രം മതിയോ, അതിന്റെ കൂടെ നമ്മൾ എന്തൊക്കെ നോക്കണം, ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ടോപ്പിക്ക്.
ഐ ആം ബെസ്റ്റ്. ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് ഒരു വിശ്വാസമാണ്. ഞാനാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് നമ്മൾ നമ്മളിലേക്ക് കൊടുക്കുന്ന വിശ്വാസമാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കഴിവിനെ, നമ്മുടെ ശക്തിയെ എല്ലാം നമ്മൾ വിശ്വസിക്കണം. നമ്മളെ എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം നമ്മൾ സ്ട്രോങ്ങർ ആയി മാറും. നമ്മൾ എത്രത്തോളം ഭയങ്കര ശക്തിയുള്ളവരായി മാറും. നമുക്ക് പവർ കൂടും നമ്മൾ സ്വയം നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാല്. സോ ഐ ആം ബെസ്റ്റ്. ഇപ്പൊ ഞാൻ ഒരുപാട് ബെസ്റ്റ് ആണ്. അഫർമേഷൻ ആൻഡ് മിറർ പ്രാക്ടീസ്. യെസ്, അഫർമേഷൻ കൊടുക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. മിറർ പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലാതെ നമ്മൾ സ്വയം പറയാന്ന് പറയില്ലേ, നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വയം പറയാന്ന് പറയില്ലേ, ഇങ്ങനെയും ചെയ്യാം. ആൾവേസ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഉറപ്പ് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ഉറപ്പ് വരുത്തി നമ്മൾ ദൃഢമാക്കി എടുക്കുക എന്നുള്ളതാണ്. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് ബീയിങ് ബെറ്റർ ദാൻ എനിവൺ, മറ്റൊരാളേക്കാൾ മികച്ചതാവുക എന്നുള്ളതല്ല. നമ്മുടെ ബെസ്റ്റ് വേർഷൻ എന്താ? നമ്മൾ എങ്ങനെയാണ് ബെസ്റ്റ് ആവുന്നത്? നമ്മൾ വേറൊരാളേക്കാൾ മികച്ചതാവുമ്പോഴാണോ നമ്മൾ ബെസ്റ്റ് ആവുന്നത്? ആണോ? അല്ല. നമ്മൾ മറ്റൊരാളേക്കാൾ മികച്ചതാവുമ്പോഴല്ല, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മളിൽ എത്രത്തോളം ഉണ്ടോ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനിലോട്ട് നമ്മൾ എത്തുന്നതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ദെൻ ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സക്സസിലോട്ട് എത്തുക. ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുക എന്നുള്ളത് വളരെ ടാസ്ക് ആയ ഒരു കാര്യമല്ലാതായി മാറും. കാരണം അതൊരു ഫ്ലോയിൽ അങ്ങനെ വരും നമുക്ക്. അതെല്ലാം ഒരു ഫ്ലോയില് അങ്ങനെ വന്നു പോകും. ഓക്കെ, എന്താണ് രണ്ടാമത്തേത്? എന്താണ്? അപ്പോ ഈ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ, ഐ ആം ബെസ്റ്റ്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഷനിലോട്ട് നമ്മൾ എത്തുക. അത് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു വേർഷനിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ നല്ലതാണ്. നമ്മളെപ്പോഴും പറയും അയ്യോ അതിനെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അത്ര നല്ലതൊന്നല്ല, ഇങ്ങനെയാവും നമ്മൾ ചിന്തിക്കുക അല്ലേ. ഞാനിപ്പോ അത്ര നല്ലതൊന്നല്ല, അങ്ങനെയാവും ചിന്തിക്കുക. അങ്ങനെയല്ല, നമ്മൾ നല്ലതാണ്, നമ്മളാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ആള്. നമ്മുടെ സ്വന്തത്തിൽ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കഴിവുകളിലും ഏറ്റവും മികച്ചു നിൽക്കുന്ന നമ്മുടെ കാര്യങ്ങളാണ്. യെസ്, എന്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ആത്മവിശ്വാസത്തിൽ ജീവിക്കുന്നു. ദാറ്റ് കൈൻഡ് ഓഫ് കോൺഫിഡൻസ്, ദാറ്റ് ലെവൽ ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മളിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളൊരിക്കലും താഴെ തട്ടിലല്ല, നമ്മൾ ഉയർന്ന് വന്നു കഴിഞ്ഞു എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് എന്താണ്? ഐ ക്യാൻ ഡു എനിത്തിങ്. എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡു എനിത്തിങ്. എന്ത് കാര്യമാണെങ്കിലും അത് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അല്ലെ. ഐ ക്യാൻ ഡു എനിത്തിങ്. എന്ത് തന്നെ കാര്യമാണെങ്കിലും അതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? നമ്മുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്തു വെക്കുന്നതിലൂടെ. നമ്മുടെ മൈൻഡിനെ ഈ ഐ ക്യാൻ ഡു എനിത്തിങ്, എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലോട്ട് നമ്മൾ സെറ്റ് ചെയ്തു വെക്കുന്നതിലൂടെ നമുക്ക് എന്തിനു സാധിക്കും? നമുക്ക് ഈ ഒരു ശക്തി നമ്മളിലേക്ക് ആർജിക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൈൻഡിനോട് തന്നെ, നമ്മൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും, ഐ ക്യാൻ ഡു എനിത്തിങ്. നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളൊക്കെ തുറന്നു വരുന്നത് കാണാൻ സാധിക്കും. കാരണം നമുക്കത് ഒരു ഊർജമാണ്. എന്നെ കൊണ്ട് പറ്റില്ലേ,
ഞാൻ ചെയ്താൽ ശരിയാവോ? അങ്ങനെയല്ല, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് ഞാൻ ചെയ്തിരിക്കും, യെസ്. അല്ലെങ്കിൽ ഞാൻ അത് പഠിച്ചിട്ട് ചെയ്യും. ഇനി എനിക്ക് അറിയില്ല, ശരി, എനിക്ക് ആ കാര്യം ചെയ്യാൻ അറിയില്ല, ഞാനത് പഠിക്കും, എന്നിട്ട് ചെയ്യും. അല്ലാണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യമൊന്നും അല്ലത്, ഞാനത് പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് എന്ത് തന്നെ ടാസ്ക് വന്നാലും യെസ് ഐ ക്യാൻ, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും, അല്ലേ? ഇങ്ങനെ നമ്മൾ ഡെയിലി നമ്മളോട് പ്രാക്ടീസ് ചെയ്യണം. നമ്മളോട് പറഞ്ഞുകൊണ്ട് ഡെയിലി എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഡേ ബൈ ഡേ നമുക്കത് ഇമ്പ്രൂവ്മെന്റ്സ് കാണാൻ സാധിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മള് ഏത് തരം ടാസ്ക് നമ്മുടെ മുന്നിൽ വന്നാലും യെസ് ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാനുള്ള ഒരു വിൽ പവറിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാകും. അത് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും നമ്മൾ തയ്യാറായിരിക്കും. ഏതൊക്കെ തരത്തിൽ നമ്മൾ പഠിക്കാനും അന്വേഷിക്കാനും എഫേർട്ട് എടുക്കാനൊക്കെ നമ്മൾ തയ്യാറായിട്ടുണ്ടാവും. ബിക്കോസ് ഐ ക്യാൻ ഡു എനിത്തിങ്, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും, പിന്നെ എന്തുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യും തോറും നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂടി കിട്ടും. ഇതെല്ലാം നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടി, നമ്മുടെ ബിസിനസ്സിന് വേണ്ടി, നമ്മുടെ കരിയറിന് വേണ്ടി, ഇതിനെല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ആവുന്ന അല്ലെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി നമ്മുടെ മനസ്സിനോട്, നമ്മുടെ സ്വന്തത്തിനോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളെ തന്നെ ഒന്ന് ഉറപ്പുവരുത്തി ദൃഢമാക്കി എടുക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്കത് നേടാൻ സാധിക്കും. അത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല, ഞാനത് പഠിച്ചിട്ട് ചെയ്യും, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഏത് തലത്തിൽ വേണമെങ്കിലും അതിനന്വേഷിച്ച് ചെല്ലാനും പഠിക്കാനും ഒക്കെ തയ്യാറാകും. നമ്മൾ ഒരേ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ, എന്ത്? ഐ ക്യാൻ ഡു എനിത്തിങ്, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറച്ചു തന്നെ നമ്മൾ വിശ്വസിക്കുന്നതോറും അത് നടത്താൻ വേണ്ടി, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ തലത്തിലും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തേത് എന്താണ്? മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്, എന്റെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആണ്, അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വിഷമം എന്താണ്? ഫ്യൂച്ചറിനെ പറ്റിയുള്ള വിഷമമാണോ അതോ പാസ്റ്റിനെ പറ്റിയുള്ള വിഷമമാണോ? കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ടാണ് നമുക്ക് വേവലാതി ഉള്ളത്? ഭാവിയെ കുറിച്ചിട്ടാണോ വേവലാതി ഉള്ളത്? ഫ്യൂച്ചർ, യെസ്. ഭാവിയിൽ ഇനി എന്താവും, അല്ലേ? യെസ്. ഭൂതം, ഭാവി, വർത്തമാനം. വർത്തമാന കാലഘട്ടത്തെ പറ്റി നമുക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നേ ഉണ്ടാവില്ല. ശരിക്കും എന്താ വേണ്ടത്? പ്രസൻസ് ഓഫ് ലൈഫാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഭാവി എന്ന് പറയുന്നത് എപ്പോഴും സെറ്റാണ്, സുരക്ഷിതമാണ്, എന്റെ നല്ലൊരു ഭാഗത്തിലോട്ട് ഞാൻ പോവുകയാണ്, അതാണ് ഭാവി, അല്ലേ? ഭൂതം, വർത്തമാനം, ഭാവി, ഇങ്ങനെ പറയും. അപ്പൊ അതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിലേക്ക് നമ്മൾ വർത്തമാന കാലഘട്ടത്തിൽ, പ്രസൻസ് ഓഫ് ലൈഫ്, മെയിൻലി ഈ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്താണ്? എന്റെ ഫ്യൂച്ചർ അവിടെ റെഡി ആയി നിൽക്കുകയാണ്, എനിക്ക് വേണ്ടിയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫ്യൂച്ചർ എനിക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്താണ്? പാസ്റ്റ് ആണ്. വാട്ട് ഈസ് ഹാപ്പനിങ് യെസ്റ്റർഡേ, നമ്മുടെ കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെ നടന്നത് എന്തോ അതൊക്കെ നമ്മൾ ഒഴിവാക്കി വിടുക. അവിടെ നടന്നിട്ടുള്ള എല്ലാ ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളും നമ്മൾ ഒഴിവാക്കി വിടുക. നമ്മൾ അവിടെ കൂടെ കൂട്ടേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നമുക്ക് അവിടുന്ന് പഠിഞ്ഞിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടാവും. നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. നല്ലതും ചീത്തതുമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ഈ അനുഭവങ്ങളെല്ലാം നമുക്കൊരു മുതൽക്കൂട്ടാണ്.
ഭാവിയിലും വർത്തമാനത്തിലും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നമുക്ക് ആ തെറ്റ് പിന്നീട് പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കുറെ അനുഭവങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും. ആ അനുഭവങ്ങൾ മാത്രം കൂടെ കൂട്ടുക. അതിന്റെ കൂടെയുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ട്രോമകളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതവിടെ ഇടുക. അവിടെ ഡംപ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രസൻസിൽ ജീവിക്കാന്. പ്രസൻസിൽ എന്ത് വേണം? നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് പോകാം. ഫ്യൂച്ചർ ആണ്, ഭാവിയാണ്. ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ഭാവി ഫ്യൂച്ചർ എന്താണ്? ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏറ്റവും നല്ലൊരു ഭാവി എനിക്കുണ്ട്. ഞാൻ ഈ കഴിഞ്ഞത് പോയതും ഒന്നല്ല, എന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് എന്റെ മുന്നിൽ എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് യങ് അല്ല, ഞാൻ തുടങ്ങാൻ വേണ്ടി ഒരുപാട് യങ് ആയിട്ടില്ല, ചെറിയ കുട്ടിയൊന്നുമല്ല. ഞാനിങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഏജ് ആയിട്ടുള്ള ആളൊന്നുമല്ല. ഇങ്ങനെ ചിന്തിക്കാം, എനിക്ക് ഇനി ഒരുപാട് മുന്നിൽ സമയമുണ്ട്. എന്റെ ഭാവി എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഫ്യൂച്ചർ, എന്റെ നല്ലൊരു വേർഷൻ ആയിട്ട് എന്റെ ഫ്യൂച്ചർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിലേക്കാണ് പോകുന്നത്. അല്ലെ, കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി. ഞാൻ അതിനെപ്പറ്റി വരിയാവുന്നില്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ, എന്റെ 2, 3, 4 വർഷം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എനിക്ക് എന്റെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല. എന്റെ വർഷങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കോട്ടെ, അത് പോയി എന്നുള്ളത് സത്യമാണ്. അതിനെ നമുക്കിനി തിരിച്ചെടുക്കാൻ കഴിയില്ല. പോയ വർഷങ്ങളെ നമുക്ക് തിരിച്ചു കിട്ടില്ല. അവിടുന്ന് നമുക്ക് കിട്ടിയ കുറെ അനുഭവങ്ങളാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അനുഭവങ്ങൾ മാത്രം കൂടെ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക? അവിടുന്ന് കിട്ടിയ നല്ല അനുഭവങ്ങളെ മാത്രം കൂടെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ഭാവി എന്താണ്? അവിടെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ, കഴിഞ്ഞു പോയ വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം, നഷ്ടപ്പെട്ടു പോയതൊന്നും അത് പോട്ടെ, കഴിഞ്ഞു. അതിനെപ്പറ്റി ആലോചിച്ചിരുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് ഗുണമുള്ളത്? പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. നമ്മുടെ ഈ ഒരു സമയം അതുപോലെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഈ സമയം കഴിഞ്ഞു പോകും. അതേ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ അവിടുന്ന് കിട്ടിയ അനുഭവങ്ങൾ നമ്മുടെ കൂടെ കൂട്ടുക. നല്ലതും ചെയ്തതുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് ഭാവിയിൽ തെറ്റും ശരിയും തിരിച്ചറിയാനും അന്ന് സംഭവിച്ചത് എന്താണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് എന്താ പറയാ, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടാകും. ഈ അനുഭവങ്ങൾ നമ്മുടെ കൂടെ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക? ഭാവി ബ്രൈറ്റ് ആയിട്ട് നമുക്ക് അവിടെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കണം? നമ്മൾ കഴിഞ്ഞു പോയ 2-3 വർഷം എന്റെ കഴിഞ്ഞു പോയി, എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വർഷങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മൾ മറന്നു പോവുകയാണ്. ഈ മുന്നിൽ കിടക്കുന്ന വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നുകൊണ്ട് വളരെ 2-3 വർഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ചുരുക്കി കൊണ്ടുവരികയാണ്. എന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് ടെൻഷൻ അടിച്ച് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് നമുക്കല്ലാതെ മറ്റാർക്കാ നഷ്ടം ഉണ്ടാകുക? നമുക്ക് മാത്രമേ അതുകൊണ്ട് നഷ്ടങ്ങൾ വരുന്നുള്ളൂ. നമ്മുടെ സമാധാനമായിട്ടുള്ള ജീവിതം നഷ്ടപ്പെടും. നമ്മൾ ഭാവിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗോളും കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ എനർജി ലോസ് ആവും. എല്ലാം താളം തെറ്റിപ്പോകുന്ന ഒരവസ്ഥ വരും. അത് എന്തിനു വേണ്ടിയിട്ടാ? ഭാവിയിൽ നീണ്ടു നിൽക്കുന്ന വലിയൊരു കാര്യം നമ്മൾ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് വളരെ ഒരു ചുരുങ്ങിയ കാര്യത്തിലോട്ട് നമ്മുടെ ജീവിതം ചുരുങ്ങി പോവുക. അതിന്റെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു പോയി, അത് അവിടെ കഴിഞ്ഞു. ഇനി അതിലേക്ക് ഞാൻ നോക്കുന്നേ ഇല്ല. എന്റെ ഭാവി എന്താണ്? എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ഭാവി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ വിശ്വസിക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്. നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുക. ഓക്കെ, ദെൻ 4-മത്തത് എന്താണ്? ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ഈച്ച് ഡേ. ഓരോ ദിവസവും ഞാൻ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ നമ്മളാണോ ഇന്നുള്ളത്? ഇന്നലത്തേക്കാൾ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ഈവൻ നമ്മൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അതിനുശേഷം മോർണിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറെ ടിപ്സ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചെറിയൊരു കാര്യമെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക്
ക്ലിക്കാവുന്നില്ലേ? സ്വർണ്ണ ഉണ്ടോ? ഓരോ ദിവസവും കേൾക്കുന്ന ഒരുപാട് ടിപ്സും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോ അതില് ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അത് ക്ലിക്കായി പോവാറില്ലേ? അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ അത് വരുത്താൻ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറില്ലേ? Yes, ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. മാറ്റം വരാറുണ്ടോ? നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. yes, ma'am. ഒരു ദിവസം വിടാതെ ഞാൻ കാണുന്നതാണ്, ഒരു ദിവസം വിടാതെ ഇവിടെ എല്ലാ ദിവസവും ഇതിനു വേണ്ടി സമയം ഒക്കെ എടുത്ത് ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ ദിവസവും നമുക്ക് സ്ഥിരമായി കാണാൻ പറ്റുന്ന കുറേ ആളുകളുണ്ട്. യെസ്. അപ്പൊ ഇതിന്റെ ഒരു എന്തെങ്കിലും ഒരു സ്പാർക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ലേ? അത് ഉണ്ടാവാതെ നിങ്ങൾ ഇതിന് വരില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും നേട്ടമില്ലാണ്ട് നമ്മൾ ഒന്നിനും നിൽക്കില്ല. നമുക്കത് മടുത്തു പോകും. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് ഇവിടെ ലഭിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ഓരോ ദിവസവും നമ്മള് ഡേ ബൈ ഡേ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈച്ച് ഡേ ഓരോ ദിവസവും നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആണ് എന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും നമ്മൾ ഒരുപാട് കാര്യങ്ങളില്, നമ്മുടെ ചിന്തകളില്, നമ്മുടെ പ്രവർത്തികളില്, നമ്മുടെ മൈൻഡ് സെറ്റ്. ഇപ്പൊ തുടക്കത്തിലൊക്കെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒക്കെ കുറഞ്ഞു വന്ന ആളുകൾക്ക് ഇപ്പൊ അതൊക്കെ കുറെ കൂടി വന്നിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ ഒക്കെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ധാരണ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. ശ്രമങ്ങൾ തുടങ്ങാനേ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് മാറില്ല. പക്ഷെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ കാലക്രമേണ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇല്ലേ, ഞാൻ പറയുന്നത് ശരിയല്ലേ? യെസ് ഓർ നോ? ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡേ ബൈ ഡേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമുക്ക് ഓരോ അനുഭവങ്ങളും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു പോകുന്നു. ഇതെല്ലാം നമ്മളെ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് നമ്മളിങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും വിശ്വാസം അർപ്പിക്കണം. എന്താണ് ഡേ ബൈ ഡേ നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. നമ്മൾ എന്താണ് ഡേ ബൈ ഡേ നമ്മൾ എന്താണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലോട്ട് നമ്മൾ എത്തുകയാണ്. നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ടതുപോലെയല്ല നമുക്ക് ഇന്നലെ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അത് ഞാൻ എന്റെ ലൈഫിൽ പ്രാവർത്തികമാക്കാൻ നോക്കുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം സത്യങ്ങളാണ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലേ? അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ അഞ്ചാമത്തത്, ഐ വിൽ വർക്ക് ഹാർഡ് ആൻഡ് സ്മാർട്ട്. ഞാൻ ഹാർഡായിട്ടും നല്ല രീതിയിൽ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കൊക്കെ എന്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരും. എനിക്ക് പറഞ്ഞ പോലെ ഐ ആം ബെസ്റ്റ്, ഐ ക്യാൻ ഡു എനിത്തിങ്, മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്. ഇതൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം എന്താവില്ല, ഒന്നും നടക്കില്ല. ഇതെല്ലാം നമ്മളെ എന്ത് ചെയ്യാം? നമ്മളെ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി, നമ്മുടെ എനർജി കൂട്ടാൻ വേണ്ടി നമ്മൾ നമ്മളിലേക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ മോട്ടർ ആവണം. തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ ഹാർഡ് വർക്ക് ചെയ്യും, സ്മാർട്ട് വർക്ക് ചെയ്യും, അല്ലേ? നമ്മൾ അതിനു വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി അത് ഞാൻ പഠിച്ചിട്ട് ചെയ്യും. അപ്പൊ ഈ പഠിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? അത് കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ വർക്കാണ്. നമ്മളത് പരിശ്രമിക്കുകയാണ്. ആ പരിശ്രമം ഞാൻ കൊടുക്കും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഞാൻ അവിടെ പരിശ്രമിക്കും. എന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, സ്മാർട്ട് വർക്ക് ചെയ്യും, അല്ലേ?
I will work hard and smart. Yes. ആറാമത്തത് നോ എക്സ്ക്യൂസസ്. എന്താണ് ആറാമത്തത്? എന്താണ്? നോ എക്സ്ക്യൂസസ്. ഞാൻ എന്റെ ഫസ്റ്റ് വേർഷൻ ആണ്. I can do anything. My future is bright. I am getting better each day. I will work hard and smart. ഇതിനൊന്നും ഒരു എക്സ്ക്യൂസസ് ഇല്ല. ലൈഫിൽ ഒരു കാര്യത്തിനോട് ഞാൻ ഒരു എക്സ്ക്യൂസസും പറയില്ല. ഇനി അടുത്തത് എന്താണ്? നോ എക്സ്ക്യൂസസ്. ഞാൻ എന്റെ ഒരു കാര്യങ്ങളോട് ഞാൻ എന്ത് ചെയ്യില്ല, ഒരു എക്സ്ക്യൂസസും പറയില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം. നമ്മൾ ഒരുപാട് ടയേർഡ് ഒന്നും അല്ല. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരുപാട് വർക്കൊക്കെ ചെയ്തു ടയേർഡാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയുന്ന കാര്യം എനിക്കിന്ന് വയ്യ, നാളെ നോക്കാം. അങ്ങനെയല്ല, ഞാൻ ഇന്ന് ചെയ്യട്ടെ, ഞാൻ ഇന്ന് ചെയ്യും, അത് ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രോക്രാസ്റ്റിനേഷനിലോട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകും. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്ത് പോകാൻ സാധിക്കില്ല. ഒരു കാര്യത്തിനോട് നമ്മൾ എക്സ്ക്യൂസ് പറയില്ല, ഒന്നിനോട് നമ്മൾ എക്സ്ക്യൂസ് പറയില്ല. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ ചെയ്യും. എക്സ്ക്യൂസസ് കൊടുക്കുക എന്നുള്ളത് ഒരു തരം എസ്കേപ്പിസ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു തരം, അല്ലെങ്കിൽ അതിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു തരം എസ്കേപ്പിസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിനെയാണ് എന്താ പറയാ, എക്സ്ക്യൂസസ് എന്ന് പറയാ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അത് നമ്മൾ ചെയ്താലേ അതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു മാർഗമാണ് ഈ എക്സ്ക്യൂസുകൾ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും അവരുടെ ടൈം വേസ്റ്റ് ചെയ്യില്ല. എങ്ങനെ വേസ്റ്റ് ചെയ്യില്ല എന്നോ, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളില് മറ്റൊരാളെ ബ്ലെയിം ചെയ്തിട്ട് അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ അവിടെ അന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇങ്ങനെ ഒരാളെയും ബ്ലെയിം ചെയ്തുകൊണ്ട് അവരുടെ ടൈം വേസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് അതിൽ കാര്യമില്ല, അതിലൊന്നിലും കാര്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരാളെയും ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അവര് എന്തോ ചെയ്തു, എന്തോ പറഞ്ഞു, അത് നമ്മൾ ഏറ്റെടുത്തത് കൊണ്ടോ നമ്മൾ എടുത്തത് കൊണ്ടല്ലേ നമുക്ക് വന്നത്. ആരുടെ കുറ്റാണ്? നമ്മുടെ കുറ്റാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാതിരുന്നത് എന്തുകൊണ്ട് മറ്റൊരാളുടെ ബ്ലെയിം ചെയ്യണം? നമ്മളത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് അത് നടക്കാതിരുന്നത്. അങ്ങനെ വേണം വിശ്വസിക്കാന്. അതുകൊണ്ട് എക്സ്ക്യൂസസ് കൊടുക്കാതിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യണം. ഇന്നല്ല നാളെ ചെയ്യാ, നാളെയല്ല മറ്റന്നാൾ ചെയ്യാ, ഇതിങ്ങനെ നീണ്ടു പോവുക ചെയ്യുള്ളൂ. അല്ലേ? അതൊരു ഈ പറഞ്ഞ പോലെ പ്രോക്രാസ്റ്റിനേഷനിലോട്ട് എത്തും. അതുപോലെ മറ്റൊന്ന് സംഭവിക്കുന്ന തരം എസ്കേപ്പിസം നമ്മുടെ ലൈഫിൽ വരും. നമ്മൾ ചെയ്യേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കടമകളുണ്ട്, നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട്. വെറുതെ എങ്ങനെ ജീവിച്ചു പോകുമല്ല, നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ക്യൂസസ് ഒന്നും ഇല്ലാതെ, നമ്മൾ എക്സ്ക്യൂസസ് ഒന്നും പറയാതെ നമ്മളൊരു ഡിസിപ്ലിനിൽ ഇതെല്ലാം ചെയ്തു പോകണം. വളരെ ലൈഫിൽ വളരെ ഡിസിപ്ലിനിൽ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നവര് പെട്ടെന്ന് തന്നെ അവരുടെ വലിയ നിലയിലോട്ട് എത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരിൽ നമുക്ക് ആ ഒരു ഡിസിപ്ലിൻ കാണാനും സാധിക്കും. മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളിൽ നമ്മൾ ആ ഡിസിപ്ലിൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ആളുകളിലൊക്കെ നമ്മൾ ഡിസിപ്ലിൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ബിസിനസ്സുകാരിൽ നമ്മൾ ഡിസിപ്ലിൻ കണ്ടിട്ടുണ്ട്. അവരുടെ ലൈഫ് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് കൃത്യമായ ഒരു ഡിസിപ്ലിനിലായിരിക്കും അവരുടെ ലൈഫ് പോകുന്നുണ്ടാകുക. അവരൊന്നിനോടും ഒരു എക്സ്ക്യൂസസ് പറയുന്നുണ്ടാവില്ല. ഈവൻ അവരുടെ ഫുഡ് റുട്ടീൻ പോലും കൃത്യമായൊരു രീതിയിലായിരിക്കും പോകുന്നുണ്ടാകും. കൃത്യമായൊരു ഫുഡ് ഡയറ്റ് അവർക്ക് ഉണ്ടായിരിക്കും. അതിനവർ എക്സ്ക്യൂസ് കൊടുക്കില്ല, ഇന്ന് പോട്ടെ നാളെ ചെയ്യാം. ഈ ഒരു രീതിയിലുള്ള എക്സ്ക്യൂസസ് ഒന്നും അവരുടെ ലൈഫിൽ ഒരു കാര്യത്തിനും സംഭവിക്കുന്നില്ല. അവർ കൃത്യമായൊരു ഡിസിപ്ലിനിലാണ് പോകുന്നത്. ആ ഡിസിപ്ലിനാണ് അവരുടെ ലൈഫിനെ ഇങ്ങനെ മാറ്റിമറിച്ചതും. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫാണ് അവരുടെ ലൈഫിനെ ഇങ്ങനെ മാറ്റിമറിച്ചത്.
നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു, നോ എക്സ്ക്യൂസസ്, നമ്മളത് ദിവസവും ചെയ്യണം. നമ്മൾ ഫുൾ ഡയറ്റ് നമ്മൾ ചെയ്യുന്നു, ഹെൽത്തി ഡയറ്റ് നമ്മൾ ചെയ്യുന്നു, അത് കൃത്യമായിട്ട് ചെയ്യണം. നമ്മുടെ മറ്റുള്ള ജോലികൾ നമ്മൾ ചെയ്യുന്നു, അത് കൃത്യമായിട്ട് ചെയ്യണം. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരാഴ്ച ഞാൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു, ഇനി ഒരാഴ്ച ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, അടുത്ത ആഴ്ച തൊട്ട് ഞാൻ വീണ്ടും അടുത്ത രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലേ? വല്ല കാര്യമുണ്ടോ? നമ്മൾ ഈ ഒരാഴ്ച ചെയ്തു പോയ എല്ലാ കാര്യവും റെസ്റ്റ് ചെയ്ത ഒരാഴ്ചയിലേക്ക് പോയിട്ടുണ്ടാവും. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തു പോകേണ്ട കാര്യങ്ങളുണ്ടല്ലോ. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തു പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരാഴ്ച ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഇനി ഒരാഴ്ച ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, അടുത്ത ആഴ്ച തൊട്ടിട്ട് വീണ്ടും നല്ല രീതിയിൽ നോക്കാം. ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാകുക. കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അത്രയും ചെയ്ത വർക്കൊക്കെ വീണ്ടും എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് തുരുമ്പെടുക്കാൻ തുടങ്ങും. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തുരുമ്പെടുക്കുക ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യും? വെറുതെ ഇരുന്ന് ഇത് തുരുമ്പെടുക്കാൻ തുടങ്ങും. തുരുമ്പെടുത്ത് എന്ത് ചെയ്യും? എന്താ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ തുരുമ്പിനെ ആദ്യം കളയണം. തുരുമ്പെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അത് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല. ആദ്യം ഈ തുരുമ്പിനെ കളയണം. അത് കളഞ്ഞ് അത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും തുടങ്ങാൻ. ഇരട്ടി പണിയായില്ലേ? എക്സ്ക്യൂസസ് കൊടുത്തിട്ട് നമ്മളൊരു കാര്യം ഡിലേ ആക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താന്ന് മനസ്സിലായോ? ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാ. ഇരുമ്പ് വെറുതെ ഇരുന്നാൽ തുരുമ്പടിക്കും. നമ്മൾ വളരെ ക്ലീൻ ആയി സെറ്റ് ചെയ്ത് വെച്ച ഒരു കാര്യമാണ്. നമ്മൾ അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ദെൻ അത് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. റെസ്റ്റ് വന്നു, അതായത് തുരുമ്പ് വന്നു. വീണ്ടും നമുക്കത് ഉപയോഗിക്കണം. നമുക്കത് എങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ആദ്യം അതിലെ തുരുമ്പ് കളയണം. അത് നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും അത് ക്ലീൻ ആവണമെങ്കിൽ. അതിനുശേഷം വേണം നമുക്കത് വീണ്ടും പഴയ പോലെ ഉപയോഗിക്കാൻ. അതേസമയം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു വേർഷനിലോട്ട് ഈ സാധനം മാറും. ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു വേർഷനിലോട്ട് ഈ സാധനം മാറിയിട്ടുണ്ടാവും. തുരുമ്പ് എടുത്തിട്ടുണ്ടാവില്ല, കുറച്ച് കൂടുതൽ പോളിഷ്ഡ് ആയിട്ടുണ്ടാവും. അതാണ് നമ്മൾ എക്സ്ക്യൂസസ് കൊടുക്കുമ്പോഴും എക്സ്ക്യൂസസ് ഇല്ലാതെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകുമ്പോഴും സംഭവിക്കുന്ന കാര്യം. Got it? Yes or no? Yes or no? തോന്നാറുണ്ടോ ഇതല്ലേ നടക്കുന്നത്? യെസ്. അടുത്തത് എന്താണ്? ഐ വാസ് ബോൺ ടു ഡു ഗ്രേറ്റ് തിങ്. 7ാമത്തെ കാര്യമാണ് ഐ വാസ് ബോൺ ടു ഡു ഗ്രേറ്റ് തിങ്. ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ജനിച്ചത്. ഞാൻ ജനിച്ചത് വെറുതെ ഒന്നല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ വെറുതെ ഒന്നല്ല ജനിച്ചത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ വെറുതെ ഒന്നുമല്ല ജനിച്ചത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഞാൻ ജനിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ അച്ചീവ് ചെയ്യാനാണ്. ഞാൻ എന്റെ ഗ്രേറ്റ്നെസ്സിന്റെ ഏറ്റവും നല്ലൊരു ഭാഗം ജീവിച്ചു തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചത്. എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഇവിടുന്ന് ജീവിച്ച് പോകുമ്പോഴേക്കും ഇവിടെ ഞാൻ എന്തെങ്കിലും ആയിട്ട് എനിക്കൊരു ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. ഞാൻ എന്തെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടാവും. അതിനുവേണ്ടി ഞാൻ ജീവിക്കുകയാണ്. ഒരാളുടെ ലൈഫിലെങ്കിലും നമുക്ക് സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ ജീവിക്കുന്നുണ്ടാകുക. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ഒന്ന് സാക്ഷ്യം വെക്കുന്ന രീതിയിലാണ് ഞാൻ എന്റെ ജീവിക്കുന്നത്. അതിനുവേണ്ടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. എന്റെ ജനനത്തിന് ഒരു അർത്ഥമുണ്ട്. ഈ രീതിയിലൊക്കെ നമുക്ക് വിശ്വസിക്കാം. 8ാമത്തെ കാര്യം എന്താണ്? പീപ്പിൾസ് ഒപ്പീനിയൻ ഡോണ്ട് അഫക്ട് മീ. ആളുകളുടെ എന്ത് തന്നെ അഭിപ്രായമാണെങ്കിലും ഇതൊന്നും എന്നെ അഫക്ട് ചെയ്യില്ല. ആളുകളുടെ ഏത് തരം അഭിപ്രായമാണെങ്കിലും ഇതൊന്നും എന്നെ അഫക്ട് ചെയ്യില്ല. അവരെന്തോ പറഞ്ഞോട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യമാണ് ആളുകൾ എന്ത് പറയും, അവരെന്തെങ്കിലും പറഞ്ഞോ, നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് തന്നോ,
നമ്മുടെ ആ ഒരു ദിവസേ പോയി, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യേ പോയി, അല്ലേ? നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമേ പോയി, നമ്മുടെ എല്ലാം അവിടെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ആളുകൾ എന്തോ പറഞ്ഞോണ്ടേയില്ലേ, ലൈഫ് അവരുടെ വായ മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ അവരെന്ത് പറഞ്ഞാലും അത് നമ്മുടെ ലൈഫിൽ. ഒന്നുകൂടെ പറഞ്ഞ പീപ്പിൾസ് എങ്ങനെയാ? ഒന്നുകൂടെ പറഞ്ഞത് പീപ്പിൾസ് ഒപ്പീനിയൻസ് ഡോണ്ട് അഫക്ട് മീ. ഓക്കെ, ക്ലിയർ അല്ലേ? പീപ്പിൾസ് ഒപ്പീനിയൻസ് ഡോണ്ട് അഫക്ട് മീ. ആളുകൾ എന്ത് തന്നെ അഭിപ്രായം പറഞ്ഞാലും ഇതൊന്നും എന്നെ ബാധിക്കില്ല. നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ പലതരം അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അത് അവിടെ പറഞ്ഞോട്ടെ. നമുക്ക് നമ്മുടേതായ കൃത്യമായ ഒരു ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അവര് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അത് അവരോട് പറഞ്ഞോട്ടെ. എന്നെ ഇതൊന്നും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല, എന്നെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഞാൻ എന്റെ ജീവിതം ഞാൻ ജീവിച്ചോളാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആളുകൾ എന്ത് പറയുമെന്നുള്ള പേടി ആദ്യം എടുത്ത് ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ പല കാര്യങ്ങളും ക്ലിയർ ആവുന്നത് കാണാൻ പറ്റും. നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുന്നു, പിന്നെ എന്തിനു നമ്മള് മറ്റുള്ളവരെന്ത് പറയുമെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗോട്ട് ഇറ്റ്? യെസ്. നെക്സ്റ്റ് ഏതാണ്? 9ാമത്തെ ലൈഫ് പ്രഷ്യസ്. 9ാമത്തെ കാര്യം എന്താണ്? ലൈഫ് എന്താണ്? പ്രഷ്യസ് ആണ്. വളരെ വാല്യൂ ഉള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ വാല്യൂ ഉള്ള പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ജീവിക്കുന്നത്. എൻഡ് ഓഫ് ദി ഡേ, നോ മാറ്റർ ഹൗ ഹാർഡ് യു വർക്ക്, നോ മാറ്റർ ഹൗ മെനി ഗോൾസ് യു സെറ്റ്, ഡോണ്ട് വേസ്റ്റ് എ സിംഗിൾ മൊമെന്റ്. നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ലൈഫാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മൊമെന്റ് പോലും നമുക്ക് വേസ്റ്റ് ആക്കി കളയാനില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ജീവിതമാണ്. നമ്മുടെ കൂടെ ജീവിച്ച പലരും ഇന്നും നമ്മുടെ കൂടെ ഇല്ല, അല്ലെ? അവർക്ക് അവരുടെ ജീവിതം കഴിഞ്ഞു പോയി. ഇപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയ അവസരമാണ്. നമ്മുടെ പ്രായത്തിലുള്ളവർ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമ്മളെക്കാൾ മുതിർന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമുക്ക് നേർവഴി കാണിച്ചു തന്നവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ ഇപ്പോഴും നമുക്ക് എന്താണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് കിട്ടിയ അവസരമാണ്, വലിയൊരു അവസരമാണ്, വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രഷ്യസ് ആണ്. അതിനെ നമ്മൾ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സാധനത്തിനെ നമ്മൾ അത്രയും കരുതലോടെ കൂടെ വേണം നമ്മൾ കൊണ്ടു നടക്കാൻ. അലസമായി വിടരുത്. അലസമായി വിടാതെ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്താണ്, ഞാൻ അതുകൊണ്ട് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് ഒരു മൊമെന്റ് പോലും എനിക്ക് വേസ്റ്റ് ആക്കാനില്ല. എന്റെ ലൈഫിൽ ഒരു മൊമെന്റ് പോലും എനിക്ക് വേസ്റ്റ് ആക്കാനില്ല. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും എന്റെ സന്തോഷത്തിനെയും സമാധാനത്തിനെയും ഹാപ്പിനെസിനെയും ഒന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, കട്ടെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല. നെഗറ്റീവ് ആയിട്ടുള്ള എന്റെ സന്തോഷം കെട്ട് കളയുന്ന രീതിയിൽ, എന്റെ സമാധാനം കളയുന്ന രീതിയിൽ ഒരു കാര്യം ഞാൻ എന്റെ ലൈഫിൽ എടുക്കില്ല. കാരണം ആ ഒരു സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ജീവിതം പ്രഷ്യസ് ആണ്. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. എന്റെ ആ ഒരു സമയം എന്റെ ലൈഫിൽ നിന്ന് വേസ്റ്റ് ആയി പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ കുറച്ച് മൊമെന്റ്സ് നമ്മൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് നമുക്കല്ലേ നഷ്ടം വരുന്നത്. നമുക്ക് പിന്നീട് അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത കുറെ സമയങ്ങളല്ലേ. സോ എന്താണ്, എന്റെ ലൈഫ് വളരെ പ്രഷ്യസ് ആണ്, വാല്യൂബിൾ ആണ്, നമുക്ക് കിട്ടിയ ഓരോ അവസരമാണ്. ഈ അവസരത്തെ നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തണം. അതിനെ പോളിഷ് ചെയ്ത് നമ്മൾ വളരെ ഭംഗിയായി കൊണ്ടു നടക്കണം. നമ്മുടെ ലൈഫിനെ നമ്മൾ വളരെ ഭംഗിയായി നമ്മുടെ ലൈഫിനെ നമ്മൾ കൊണ്ടു നടക്കണം. സോ എന്താണ്, നമ്മൾ ഓരോ ദിവസവും വേക്കപ്പ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നന്ദിയോടുകൂടി നമ്മൾ എഴുന്നേൽക്കുക. ഓരോ ദിവസവും നമുക്ക് എന്താണ്, പ്രഷ്യസ് ആയിട്ടുള്ള ദിവസമാണ്. ഞാൻ ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം. അതെനിക്ക് തന്നൊരു ഗിഫ്റ്റ് ആണ്, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്.
സോ നമ്മൾ ഓരോ ദിവസവും നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ ഉണരുക, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഉണരുക, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കുക, നമ്മുടെ പാഷന് വേണ്ടി ജീവിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊടുക്കുക. നമ്മുടെ ലൈഫിലെ നെഗറ്റിവിറ്റി നമ്മൾ എടുത്തു കളയുക. നമ്മുടെ ലൈഫിനെ കാർന്നു തിന്നുന്ന മറ്റൊരു തരം കൃത്യമായൊരു സാധനമാണ് ഈ നെഗറ്റിവിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നെഗറ്റിവിറ്റി വരുന്ന നെഗറ്റീവ് എനർജിയെ നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ട് നമുക്കത് വേണ്ട. നമ്മുടെ ലൈഫ് എന്താണ് പ്രഷ്യസ് ആണ്. ഈ പ്രഷ്യസ് ആയിട്ടുള്ള സാധനം നമ്മുടെ ലൈഫിൽ നമ്മൾ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. സോ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ഈ പ്രഷ്യസ് ആയിട്ടുള്ള സാധനം അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു, കുറെ മൊമെന്റ്സ് നമുക്ക് നഷ്ടപ്പെടും ആ ഒരു സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയിൽ എനിക്ക് കൊണ്ട് നടക്കണം. മൈ ലൈഫ് ഈസ് പ്രഷ്യസ്. ഓക്കെ, ഞാൻ അതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതം ഡിസേർവ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ജീവിതം ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. എനിക്കതിന് അർഹതയുണ്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി. ദെൻ വൈ നോട്ട്, എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ? നല്ലൊരു ജീവിതം ജീവിക്കാനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതം പ്രഷ്യസ് ആണ്. നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി നിർത്തുക. എപ്പോഴും ഉറച്ചു വിശ്വസിക്കുക, ഐ ആം ബെസ്റ്റ്, ഐ ക്യാൻ ഡു എനിത്തിങ്, മൈ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ഈച്ച് ഡേ, ഐ വിൽ വർക്ക് ഹാർഡ് ആൻഡ് സ്മാർട്ട്, നോ എക്സ്ക്യൂസസ്, ഐ വാസ് ബോൺ ടു ഡു ഗ്രേറ്റ് തിങ്, people's opinions don't affect me, life is precious, life is precious. 9 കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. ഈ 9 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഡെയിലി ഈച്ച് ആൻഡ് എവറി ഡേ നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട, നമ്മളെ തന്നെ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. ഈ ഉറപ്പൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ അടുത്തോട്ട് വരില്ല. ഡേ ബൈ ഡേ നമ്മൾ ബെറ്റർ വേർഷനിലോട്ട്, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പോകുന്ന കാണാൻ പറ്റും. നമ്മുടെ നടഞ്ഞു നടക്കുന്ന എല്ലാ കാര്യങ്ങളും, മുടങ്ങിപ്പോയ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, സ്ഫുടം ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ലൈഫ് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ആൻഡ് പോസിറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. ഒരു മാഗ്നറ്റ് പോലെ അട്രാക്ട് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഗോട്ട് ഇറ്റ്? മനസ്സിലായോ? യെസ്. ഇന്നത്തെ ടോപ്പിക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 9 കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 5 minutes നമുക്ക് ഇന്ററാക്ഷൻ ടൈം ഉണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ 5 minutes നമുക്ക് ഇന്ററാക്ഷൻ ടൈം ഉണ്ട്. തീർച്ചയായും എന്ത് ചെയ്യാം, നിങ്ങളെ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പൊ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടും അല്ലാത്തതായിട്ടുള്ള എല്ലാതരം ഡൗട്ട്സും എന്ത് തരം കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ചോദിച്ചോളൂ. അമ്മ എവിടെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ, ചോദിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. കേൾക്കാം മാഡം. മാം, പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയതിനു ശേഷം പ്രത്യേകിച്ച് മെഡിറ്റേഷൻ രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക്. അപ്പൊ ഞാൻ ഈ ഗ്രൂപ്പിലെ പല ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുമ്പോൾ അവരൊക്കെ ആ ഒരു വൈബ്രേഷനിലേക്ക് എത്തിയിട്ട്, ഒരു ഫ്രീക്വൻസി വൈബ്രേഷൻ, ഒരു പോസിറ്റിവിറ്റിയിലേക്ക്. അപ്പോ ഈ സ്ഥിരമായിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നത് കൊണ്ടും അപ്പോ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. മാം ഇതിന്റെ സ്പീച്ചിൽ പറഞ്ഞിരുന്നു, അങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അങ്ങനെ ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും
നമ്മൾ മറ്റുള്ള ആളുകൾ ഇപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്ത ആളുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ആളുകളിൽ ഉള്ളത്. ഒരു എന്തിനേയും നല്ല നല്ല രീതിയിലേക്ക് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്, ഒരു പോസിറ്റിവിറ്റി. അപ്പൊ അത് വന്നതിന് ശേഷം ഇപ്പൊ ഇങ്ങനെ പങ്കെടുക്കുന്നതിന് ആളുകൾ നെഗറ്റീവായിട്ടുള്ള ചർച്ചകൾ ഒഴിവാക്കുക, വളരെ നെഗറ്റീവായിട്ടുള്ള ആളുകളെ എന്തെങ്കിലും പറഞ്ഞ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോ എന്തെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള നന്മ നിറഞ്ഞിട്ടുള്ള ഒരു നല്ലതിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഇതുവഴി കാണുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് കുറെ ഡിപ്രഷന്, അതുപോലെ തന്നെ ടെൻഷന്, അനാവശ്യമായിട്ടുള്ള ചിന്തകള്, അനാവശ്യമായിട്ടുള്ള ചർച്ചകളെല്ലാം ഇത്തരം ഒരു ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം മെഡിറ്റേഷൻ ഒക്കെ പങ്കെടുക്കുന്നതോടുകൂടെ ഒരുപാട് നല്ല ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ആളുകൾ പരസ്പരം വളരെ ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ, ഇതുപോലുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കുന്ന ആളുകൾ നമ്മളെ ഗ്രൂപ്പുമായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞത് വളരെ നല്ല ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ്. 9 കാര്യങ്ങൾ പറഞ്ഞത്, ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ഡൂയിങ് ആൻഡ് ബെറ്റർ ടൈം വിൽ കം എന്നൊക്കെ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഓക്കെ, എന്നാൽ അടുത്ത ആളിലേക്ക് മൈക്ക് കൈമാറുകയാണ്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഇവിടെ സാറിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു ഇതുപോലെ. അപ്പൊ അത് പറയുമ്പോ ഓരോരുത്തർക്കും ഒരു സ്പാർക്ക്, അവരുടെ ലൈഫിൽ ഒരു സ്പാർക്ക് ഉണ്ടാവും. നമ്മളിപ്പോ ഡെയിലി ഓരോ ടോപ്പിക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്ത് നമ്മൾ വരുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, നമ്മൾ ആ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളത് വളരെ ഹൃദയത്തിലേക്ക് എടുക്കുന്ന രീതിയിൽ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോഴും മനസ്സിലാവാറുണ്ട്, നമ്മുടെ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കുന്ന പോലെ നിങ്ങളത് എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് എടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങളുണ്ട്, നിങ്ങൾ അതെങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അതുപോലെ തന്നെ ചെറിയൊരു നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കും ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ആ ഒരു സ്പാർക്ക് മതി അവരുടെ ലൈഫേ മാറി മറിയാൻ. അവരുടെ ലൈഫേ മാറി മറിഞ്ഞ് അവർ ഏറ്റവും നല്ലൊരു വേർഷനിലോട്ട് എത്താൻ അത്ര മതിയാവും. നമ്മളെപ്പോഴും നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി നമ്മൾ ജീവിക്കുക. ആ ജീവിതം കണ്ടിട്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവരുടെ ജീവിതത്തെ പറ്റി ഒന്ന് റീതിങ്ക് ചെയ്യാനും മാറി ജീവിക്കണം, മാറണം എന്നുള്ളൊരു ചിന്ത അവർക്ക് വരും. അതിനെന്തൊക്കെ ഞാൻ ചെയ്യണമെന്ന് ചിന്തിക്കാൻ തുടങ്ങും. then അവർ അതിനുള്ള ആക്ഷൻ എടുക്കാൻ തുടങ്ങും. അതിന് നമ്മളൊരു കാരണമായിരിക്കും. അതിന് ഇതുപോലെ ഒരു മെന്റർ ആയിട്ടൊന്നും വന്നിരിക്കണം എന്നില്ല. നമ്മുടെ ജീവിതം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് മറ്റൊരാൾ കാണുമ്പോൾ ഉണ്ടാവുന്ന സ്പാർക്ക് ഉണ്ടായാൽ മതി. എല്ലാ മനുഷ്യർക്കും ഇതിനൊക്കെ സാധിക്കും. എല്ലാ ആളുകളിലും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതെല്ലാം എന്താണ്, നമ്മളിൽ വരുന്ന ഒരു മാറ്റം കാരണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കാരണം മറ്റൊരാളിൽ നന്മയുണ്ടാവുന്നു, മറ്റൊരാളിൽ മാറ്റം ഉണ്ടാവുന്നു, അവരുടെ ലൈഫേ മാറുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ലൈഫിലും നമ്മുടെ കൂടെ ആ ഒരു പ്രാർത്ഥന നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഓഡിയോയിൽ വരാൻ പറ്റാത്തവര്, കഴിയാത്തവരൊക്കെ എന്ത് ചെയ്യാ, ചാറ്റ് ബോക്സിൽ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് ഇങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. ചാറ്റ് ബോക്സിൽ ഞാൻ നോക്കാറുണ്ട്, ഇവിടെ ഓഡിയോയിൽ പറയുന്നത് നോക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹിയറിംഗ് മീ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് ലിസണിങ്. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് തീർച്ചയായിട്ടും നാളെ നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ വണ്ടർഫുൾ ആൻഡ് നൈസ് ഡേ. ഹോപ്പ് യു ആർ ഓക്കെ. Yes. താങ്ക് യു. താങ്ക് യു മാം, Thank you. സൂപ്പർ ടോപ്പിക് ആയിരുന്നു. അടിപൊളി. താങ്ക് യു.